സോർ എന്ന് പറയുന്നത് ഇന്നത്തെ ലെബനോനിലെ ടയറാണ്. എബ്രായിയിൽ സോർ എന്നാൽ പാറ എന്നാണ് അർത്ഥം. അതിൻ്റെ ഉറപ്പുള്ള സ്വഭാവം കൊണ്ട് കിട്ടിയ പേരാണ്. ഫിനീഷ്യൻ തീരത്ത് ഗലീലിക്ക് വടക്ക് സ്ഥിതി ചെയ്തിരുന്ന ഒരു നഗരമായിരുന്നു ഇത്. സോറിന് 2 ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് പാലിയോ ടയർ എന്ന് പറഞ്ഞാൽ കരയിലുള്ള പഴയ നഗരം. ദ്വീപ് നഗരം കരയിൽ നിന്ന് ഏകദേശം 800 മീറ്റർ അകലെ കടലിൽ ഒരു ചെറിയ പാറ ദ്വീപിൽ 2 മികച്ച തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദ്വീപ് നഗരം നൂറ്റാണ്ടുകളോളം ഉപരോധങ്ങളെ ചെറുത്തുനിന്നു. BC 332 അലക്സാണ്ടർ കരയിലെ പഴയ നഗരം പൊളിച്ച് അതിൻ്റെ കല്ലുകൊണ്ട് കടലിൽ ഒരു അണക്കെട്ടുണ്ടാക്കിയപ്പോഴാണ് ആ ദ്വീപ് കരയുമായി ബന്ധിച്ചത്. ഇന്ന് ടയർ ഒരു ഉപദ്വീപാണ്. ആ അണക്കെട്ടിൻ്റെ അവശിഷ്ടം ഇപ്പോഴും കാണാൻ സാധിക്കും. ചരിത്രകാരനായ ഹെറോഡോട്ടസ് BC 450 ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ പുരോഹിതന്മാർ നഗരം BC 2750 സ്ഥാപിച്ചതായി പറഞ്ഞു. ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള തുടർച്ചയായി ജനവാസമുള്ള നഗരങ്ങളിൽ ഒന്നാണ്. 4700 വർഷത്തിലേറെ പഴക്കം. ഫൊയ്നീഷ്യൻ നാഗരികതയുടെ പ്രധാന നഗരമായി മാറിയത് BC 969 ഹീരാം ഒന്നാമൻ്റെ ഭരണത്തിലാണ്. ബൈബിളിന് പുറത്തുള്ള ചില ചരിത്രം. ലോക ചരിത്രത്തിൽ സോർ എങ്ങനെയാണ്? ഫൊയ്നീഷ്യയുടെ ഒരു സുവർണ കാലമുണ്ടായിരുന്നു. ഒന്നാമത് കടൽ വ്യാപാരം. മെഡിറ്ററേനിയൻ കടൽ തന്നെ ടൈറിയൻ സീ എന്നാണ് അന്ന് അറിയപ്പെട്ടത്. അക്ഷരമാല, കപ്പൽ നിർമ്മാണം, ജ്യോതിശാസ്ത്ര, നാവിഗേഷൻ എന്നിവയിലെല്ലാം ഈ സോർ മുന്നിൽ നിന്നു. 2 പർപ്പിൾ ചായം. മ്യൂറക്സ് കടൽ നത്തകളെ പിഴിഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന ടൈറിയൻ പർപ്പിൾ ലോക പ്രശസ്തമായിരുന്നു. 1 ഗ്രാം ചായത്തിന് 8000 നത്തകൾ വേണം. സ്വർണത്തേക്കാൾ വിലയുള്ളത്. രാജാക്കന്മാർക്ക് മാത്രമുള്ള ഒരു നിറമായിരുന്നു ഇത്. കോളനികൾ. BC 814 ടയറിലെ രാജകുമാരി എലീസ സഹോദരൻ പിഗ്മാലിയനുമാരുള്ള അധികാര തർക്കത്തെ തുടർന്ന് കപ്പലുകളുമായി പോയി വടക്കേ ആഫ്രിക്കയിൽ കാർത്തേജ് സ്ഥാപിച്ചു. കാദീസ്, ടാർട്ടസസ് വരെ അവരുടെ കോളനികൾ ഉണ്ടായി. വൻ ശക്തികളുടെ കീഴിൽ ഒരിക്കൽ ഈ പട്ടണം, ഈ സ്ഥലമായിരുന്നു. അസീറിയ BC 9 നൂറ്റാണ്ട് മുതൽ കപ്പം കൊടുത്തു, പക്ഷേ സ്വാതന്ത്ര്യം നിലനിർത്തി. ശൽമനേസർ അഞ്ചാമൻ 725 മുതൽ 720 വരെ ഉപരോധിച്ചെങ്കിലും അത് പിടിച്ചടക്കാനായില്ല. ബാബിലോൺ. നെബൂഖദ്നേസർ BC 586 ഉപരോധം തുടങ്ങി. 13 വർഷം അത് നീണ്ടുനിന്നു. കരയിലെ നഗരം തകർന്നു, പക്ഷേ ദ്വീപ് നഗരം കപ്പം കൊടുത്ത് സമാധാനം വാങ്ങി. പേർഷ്യ. സൈറസ് BC 539 ഇത് കീഴടക്കി. പേർഷ്യ കാർത്തേജിനെതിരെ യുദ്ധത്തിന് ആവശ്യപ്പെട്ടപ്പോൾ സോർ ഞങ്ങൾ മകൾ നഗരത്തിനെതിരെ കപ്പൽ ഓടിക്കില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. അലക്സാണ്ടർ BC 332 7 മാസം നീണ്ട പ്രസിദ്ധമായ ഉപരോധം. അലക്സാണ്ടർ ഹെറാക്ലീസ് ക്ഷേത്രത്തിൽ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ടയർ അത് നിഷേധിച്ചു. കോപിച്ച അലക്സാണ്ടർ പഴയ നഗരത്തിൻ്റെ കല്ലുകൾ കൊണ്ട് 1 കിലോമീറ്റർ നീളമുള്ള അണക്കെട്ട് ഉണ്ടാക്കി. ഗോപുരങ്ങൾ നിരത്തി നഗരം പിടിച്ചു. 8000 പേർ കൊല്ലപ്പെട്ടു. 30,000 പേർ അടിമകളായി വിൽക്കപ്പെട്ടു. പിന്നീട് റോമാക്കാരുടെ കീഴിൽ സ്വതന്ത്ര സഖ്യ നഗരമായി തുടർന്നു. ഹേരോദാവ് മഹാരാജാവ് ടയറിൽ മണ്ഡപങ്ങളും ചന്തകളും പണിതു. AD 130 ഹാഡ്രിയൻ ചക്രവർത്തി അതിനെ മെട്രോപോളിസ് ആക്കി. സെപ്റ്റീമിയസ് സെവേറിയസ് ഒരു കൊളോണിയ ആക്കി. 480 മീറ്റർ നീളമുള്ള കുതിരപ്പന്തയ മൈതാനം ഇവിടെ ഉണ്ടായിരുന്നു. വിജയകമാനം, 5 കിലോമീറ്റർ നീളമുള്ള കനാൽ എന്നിവ റോമൻ കാലത്തേതാണ്. ബൈസാന്റിയൻ കാലത്ത് ഭൂകമ്പങ്ങളും സുനാമിയും ഈ നഗരത്തെ തകർത്തു. 640
അറബികൾ 1124 കുരിശുയുദ്ധക്കാർ, 1291 മംലൂക്കുകളും അത് കീഴടക്കി. ഇന്ന് യുനെസ്കോ ലോക പൈതൃക നഗരമാണ്. ബൈബിളിൽ ടയറിനെക്കുറിച്ച് അഥവാ സോറിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചരിത്രം ഒന്ന് നോക്കാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 10:15-19 വാക്യങ്ങളിൽ കനാന്റെ മൂത്ത മകനായ സീദോന്റെ വംശമായി ടയർ അല്ലെങ്കിൽ സോർ പരാമർശിക്കപ്പെടുന്നു. ദാവീദും ശലോമോനും. ഹീരാം രാജാവ് ദാവീദിന് ദേവദാരു മരവും ശില്പികളെയും കൊടുത്ത് കൊട്ടാരം പണിതു. 2 ശമൂവേൽ 5:11. ശലോമോനുമായി ഉടമ്പടി ചെയ്ത് ദൈവാലയത്തിന് മരവും സ്വർണവും കപ്പൽ വിദഗ്ധരും നൽകി. 1 രാജാക്കന്മാർ 5:12. ഈസബേൽ. സീദോന്യ രാജാവായ യത്ബാലിന്റെ മകൾ ഈസബേൽ ആഹാബിനെ വിവാഹം കഴിച്ച് ബാൽ ആരാധന ഇസ്രായേലിൽ കൊണ്ടുവന്നു. 1 രാജാക്കന്മാർ 16:31. പ്രവചനങ്ങൾ. സോറിന്റെ അഹങ്കാരത്തിനും സമ്പത്തിനും എതിരെ വലിയ പ്രവചനങ്ങളുണ്ട്. യെഹെസ്കേൽ 26 മുതൽ 28 വരെ. ഞാൻ നിന്നെ മൊട്ടപ്പാറയാക്കും, നീ വലവിരിപ്പാൻ സ്ഥലമാകും, പല ജാതികളും വന്ന് നിന്നെ നശിപ്പിക്കും. പ്രധാന ഭൂഭാഗങ്ങൾ നെബൂഖദ്നേസർ നശിപ്പിക്കും, ദ്വീപ് നഗരത്തെ കടലിലേക്ക് തള്ളും. ഇത് അലക്സാണ്ടറുടെ അണക്കെട്ടിലൂടെ അക്ഷരാർത്ഥത്തിൽ നിവർത്തിച്ചു. കരയിലെ മണ്ണ് ചുരണ്ടി അത് മൊത്തത്തിൽ കടലിൽ ഇട്ടുകളഞ്ഞു. യെശയ്യാവ് 23, യിരെമ്യാവ് 25:22, യോവേൽ 3:4 മുതൽ 6 വരെ, ആമോസ് 1:9 മുതൽ 10 വരെ, സെഖരിയാവ് 9:2 മുതൽ 4 വരെ. ഈ വചനങ്ങളെല്ലാം ടയറിനെതിരെ പ്രവചിക്കുകയാണ്. ബൈബിളിൽ ടയർ മിക്കപ്പോഴും മാനുഷിക അഹങ്കാരത്തിൻ്റെയും ഭൗതിക സമ്പത്തിൽ ആശ്രയിക്കുന്നതിൻ്റെയും പ്രതീകമാണ്. പുതിയ നിയമത്തിലും സോറിനെക്കുറിച്ചുള്ള ചരിത്രമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ യേശു സോർ സീദോൻ പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി. മത്തായി 15:21. അവിടെ ഒരു കനാന്യ അഥവാ സുറോഫൊയ്നീക്കിയ സ്ത്രീയുടെ മകളെ ഭൂതത്തിൽ നിന്ന് സൗഖ്യമാക്കി. ഇത് സുവിശേഷം യഹൂദന്മാരിൽ നിന്ന് ജാതികളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ മുന്നോടിയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവന: നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എത്രയോ മുമ്പ് രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. മത്തായി 11:21 മുതൽ 22 വരെ. ടയറിൻ്റെ നാശം ഒരു ധാർമ്മിക അളവുകോലായി യേശു ഉപയോഗിച്ചു. സോറിൽ നിന്നും സീദോനിൽ നിന്നും പുരുഷാരം യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു. മർക്കോസ് 3:8. പൗലോസ് 3-ാം മിഷനറി യാത്ര കഴിഞ്ഞ് സോറിൽ 1 ആഴ്ച ശിഷ്യന്മാരോടൊപ്പം താമസിച്ചു. പ്രവൃത്തി 21:3 മുതൽ 7 വരെ. സോറിൽ ആദിമസഭ ഉണ്ടായിരുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രവചന നിവൃത്തി ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. യെഹെസ്കേൽ പ്രവചിച്ചതുപോലെ ഇന്നും സോറിൻ്റെ പഴയ പാറകളിൽ മത്സ്യത്തൊഴിലാളികൾ വല വിരിച്ചുണക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വല വിരിപ്പാൻ സ്ഥലം എന്ന ചിത്രം ഇന്നും അവിടെ നിലനിൽക്കുന്നു.